എടി ചക്കി, ഇനിയിപ്പൊ എങ്ങനെ നീ ഈസിയാക്കി ഉടുപ്പിട്ടോണ്ട് വരണത്? എന്തരിയോ എന്ത് എനിക്ക് അറിഞ്ഞൂടാടാ. എനിക്ക് കുഴപ്പമില്ലടി, എനിക്ക് ഭരണിക്കെടുത്ത മഞ്ഞയില് പച്ച കളറുള്ള ഷർട്ടും അതിന്റെ പാന്റും ഉണ്ട്. നിന്റെ കാര്യമാണ് കഷ്ടം. എവിടെ പോയിട്ടുണ്ട് നിങ്ങള്? നമ്മള് താണ്ട് ആദ്യമേ വീട്ടിൽ പോയടാ ചക്കിക്ക് ഈസിയാക്കി ഇടാനായിട്ടുള്ള ഉടുപ്പ് തച്ചേരോന്ന് ചോദിക്കാൻ. പക്ഷെ ആദ്യമേ പനിയായിട്ട് കിടക്കണ്. ഓ ചക്കര ചേച്ചീന്റെ ഉടുപ്പാണ്, എനിക്ക് ഭയങ്കര വലുത്, ചെറുതാക്കി തരോന്ന് ചോദിക്കാൻ പോയാണ്. ഞാൻ എന്തരിടോ എന്തോ. അപ്പൊ ചക്കര ചേച്ചിയുടെ ഉടുപ്പാണ് നീ ഇടണത്? നീ വിഷമിക്കണ്ടടി, നമ്മളെ വീട്ടിലെ സൂചി നൂലുണ്ട്, ഇപ്പൊ നമുക്ക് തയ്ക്കാം. താണ്ടേടാ മണിക്കുട്ട, ഇത്രയും വലുതാണ്. അയ്യോ, ഇത്രയും വലുതാ? ഇത് തയ്ക്കാതെ നിനക്ക് ഇടാക്കൂലടി ചക്കി. അതിന് സാരമില്ല, നമ്മക്ക് തയ്ക്കാം. കണക്കിന് വിടിയടാ. ഒത്തുകൂടി നിന്നെ ഊര്. ഇല്ല ഇല്ല, ഇനി 2 മണിക്കൂട്ടെ എവിടെ തയ്ക്കട്ടെ. പിടിച്ചോടി ചക്കി. ഇനി ഇട്ടോ കടി ചക്കി, കണക്കിന്. ഞാൻ എടുത്താണ്. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ ചക്കര ചേച്ചിനെ ഇടണ്ട, നിന്റെ പുതിയ കുരുത്തോല പാവട ഇട്ടാ മതിയെന്ന്. അപ്പൊ നിനക്ക് വേറെ കുരുത്തോല പാവടയൊക്കെ ഉണ്ടായിരുന്നാ? ഓ, നമുക്ക് വേറെ ഉണ്ടായിരുന്നിട്ടും ചക്കര ചേച്ചിയുടെ നീല ചുരിദാർ കണ്ടപ്പോ അവൾ അതേ ഇടോളൂ. എന്നാ നിന്റെ ചുരിദാർ ഞാൻ പോണ്ടുന്നില്ലടാ. ഞാനും പറഞ്ഞു, നീ നിന്റെ വേണമെങ്കിൽ ഇട്ടാ മതി. എന്നെ തൊടാക്കൂലല്ലോ. എന്നോട് മിണ്ടണവര് വന്നാ ഞാൻ ഒരു സാധനം തരാം. ഇന്നലെ നീ നമ്മളോട് അടികൂടിയല്ലേ, നമ്മള് മിണ്ടൂല. വാടി ചക്കി, നമുക്ക് കളിക്കാം. ഞാൻ പാറുവിന്റെ ഇടം മിണ്ടുമേ. ഞാൻ പോന്നു. തൊട്ടേ തൊട്ടേ, ഇനി എന്നെ തൊടേ. നെല്ലിക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. ചോദിക്കായിരുന്നല്ലേ? നീയാണ് പറഞ്ഞ അവളെ നമ്മളെ നിന്റെ അടുത്ത് മിണ്ടാമേ. നമ്മള് പിന്നെ കളിച്ചോണ്ടിരുന്നോണ്ടാണ് വരാത്ത. നീ ഒരു നെല്ലിക്ക എനിക്കൂടെ തന്നാണ്. കുറച്ചുകൂടി ഇതെങ്ങനെ തിന്നുമ്പോഴാണ് നല്ല രസം. അത് ഇങ്ങനെ ഇട്ടാക്കണം. ചമ്മണ കണ്ട കേട്ടോ, അതില് വെള്ളം കണക്കായോണ്ടാ. എന്നിട്ടാണ് ഇതിങ്ങനെ ശകലം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ഉപ്പ് ഇങ്ങനെ തേക്കണം. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇല്ല ഇല്ല, ഒത്തിരി ചമ്മണം. എന്റേതാ? പാറുവിന്റെ മതി. ഇനി പാറു കുറച്ച് ഉപ്പിഞ്ഞെന്നാണ്. ചക്കണോ ഉപ്പ്? എന്റെ വീട്ടിൽ ഉപ്പിലിട്ട നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ച് ഞാൻ നാളെ കൊണ്ടുവരാമേ. പാറു ഉപ്പ് കളയല്ലേ? സാറിന്റെ കഷ്ടത്ത് പേപ്പർ ഇരിക്കണേ. നിങ്ങളെ മലയാളത്തിന്റെ പേപ്പർ നോക്കിയിട്ടുണ്ട്. പാറു 49. അയ്യോ, എന്റെ 1 മാർക്ക്. കള്ളി, നീയല്ലേ പറഞ്ഞ നീ ഒന്നും എഴുതിയില്ലെന്ന് പഠിച്ചില്ലെന്ന്? ഞാൻ ഒന്നും പഠിച്ചില്ല, ഞാൻ ക്ലാസ് പഠിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്ന എഴുതേടെ ചെയ്തത്. ഓ ഡുണ്ടു എണീര്. അമ്മേരെ പകരം പദം പറഞ്ഞാണ്. സുനിത, എന്റെ പൊന്നോ, മോളെ, ചേച്ചി, എടി മൂദേവി, ഇതൊക്കെയാണ് അമ്മേരെ പകരം പദം. ഓ സാറേ, ഞാൻ വിളിക്കും അമ്മാന്ന്. എന്റെ അച്ഛ അതിന് പകരം വിളിക്കും എന്റെ പൊന്നോന്ന്. അമ്മാമ്മ വിളിക്കും എടി മോളേന്ന് വിളിക്കും. പിന്നെ എന്റെ കുഞ്ഞമ്മ വിളിക്കും ചേച്ചിയേന്ന്. എന്റെ അച്ഛനമ്മ മാത്രം വിളിക്കും എടി മൂദേവി എന്ന്. ഓ മണ്ടൻ, ഡുണ്ടുവിന്റെ അമ്മേരെ പകരം പദം എഴുതാനല്ല പറഞ്ഞേക്കണത്. എന്നാ 0 മാർക്ക് അവിടെ ഇരിയടാ. ഞാൻ എല്ലാം എഴുതിയാണല്ലോ, എന്നിട്ട് എനിക്ക് 0. അടുത്തത് ചക്കി. 5ാമത്തെ ചോദ്യം നിങ്ങളെ കുറിച്ച് എഴുതുക. ചക്കി എഴുതിയത് ഞാൻ വായിക്കാം. എന്റെ പേര് ചക്കി, ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ അച്ഛന്റെ പേര് സോമൻ, എന്റെ അമ്മയുടെ പേര് വാസന്തി, എന്റെ ചേച്ചിയുടെ പേര് ചക്കര. എന്റെ ചേച്ചി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി എന്റെ ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചക്കി എന്ന് ബോർഡിൽ എഴുതി.
ചി യെ താം ക്ലാ സി ഇ പ ഡി യു നോ. ഇങ്ങനെയാണ് എഴുതണത്. അയ്യോ സാറ് തെറ്റിപ്പോയി. ക്ലാസ്സിൽ ഇപ്പൊ ശരിയായി. ഇത് ഇംഗ്ലീഷാ മലയാളോ? ഇതിന് ഞാൻ എങ്ങനെ മാർക്ക് തരും ചക്കി? ഇത് ശരിയല്ലേ സാറേ? എങ്കിൽ ചക്കി കിട്ടിയ അരമാർക്കും കൊണ്ട് അവിടെ പോയി ഇരി. എല്ലാരും നാളെ വരുമ്പോ ഒപ്പിട്ടോണ്ട് വരണം. പിന്നെ ഡുണ്ടുവിന് കിട്ടിയ മുട്ട അങ്ങ് ചക്കിക്കോട്ട്. പുതിയ ലിപി കണ്ടുപിടിച്ചല്ലേ? അല്ലെങ്കിൽ സാർ പണ്ടേ നമുക്ക് രണ്ടുപേർക്ക് മാർക്ക് കഴിയില്ല. ഇനി ഇത് എങ്ങനെ വീട്ടിൽ നിന്ന് ഒപ്പിട്ടോണ്ട് വരോ ഒന്നു. ആര് കയറി കയറി കാല് കഴച്ചിട്ടോ അയ്യ. മാമി ഇതാമി ഇവിടെ ആരും ഇല്ലേ എന്തോ? മാമി ഓ എന്താടി ചക്കി? അതാണിക്കാടി മാമി. മാമി ആണ്ടേ രമേശ് ചേട്ടൻ പറഞ്ഞ് രമേശ് ചേട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് എനിക്ക് തരാന്ന് വൈകിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞ്. മാമി ഒത്തി എടുത്ത് കൊടുക്കും. മാമി ചക്കിക്ക് മാത്രം കിട്ടിയില്ല ടെസ്റ്റ്. അവന്റെ ബുക്കിൽ പേജെല്ലാം ഉണ്ടാന്തോ. എന്തായാലും ഞാൻ എടുത്തു തരാം. എന്നാടി നോക്കട്ടെ ചക്കി. നമ്മൾ പോണേ മാമി. അയ്യോ മലയാളം ടെസ്റ്റിന് ബൈൻഡ് ഒന്നും ഇല്ലടി ചക്കി. കണക്ക് ടെസ്റ്റിന് പറ്റില്ലടാ. പിന്നെ അവസാനത്തെ പേജും കീറിപ്പോയില്ല. കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ഓ നിങ്ങൾ എവിടെ പോയിരുന്ന? നിങ്ങളെ കളിക്കാൻ വിളിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ വീട്ടിൽ ചെന്നപ്പോ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ എവിടെ പോയിരുന്ന? നമ്മളെ ഗീതാമീനെ വീട്ടിൽ പോയിരുന്നു. രമേശ് ചേട്ടന്റെ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് ചക്കിക്ക് കൊടുത്ത്. അയ്യോ എനിക്ക് ടെസ്റ്റ് കിട്ടിയില്ല. നിനക്ക് കിട്ടിയടി പാറു. എനിക്ക് പഴയ ടെസ്റ്റ് വേണ്ട. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്ന ഈ വർഷം തൊട്ടേ പെൺപിള്ളേർക്ക് പുതിയ ടെസ്റ്റ് സ്കൂളിൽ നിന്ന് തരും ഫ്രീ ആയിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ ടെസ്റ്റ് മേടിക്കാത്തത്. പൈസ കൊടുക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് പുതിയ ടെസ്റ്റ് തരോ? ഓ സത്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഓ ഭാഗ്യമല്ലേ. എടാ മണിക്കൂട്ടം നിനക്ക് ടെസ്റ്റ് കിട്ടിയില്ലല്ലോ. അപ്പൊ ഈ ടെസ്റ്റ് നീ എടുത്തോ. അയ്യോ പേജൊക്കെ വീരിക്കുന്നു. അത് വീട്ടിൽ പോയി കുത്തി തച്ച് വെച്ചാൽ മതി. ഇത് കാണുന്ന നോക്കട്ടെ ഇപ്പത്തെ ഇല്ലല്ല എഴുതിയിട്ടുണ്ട്. നിനക്ക് ഇനി ഒന്നും എഴുതണ്ടല്ലോ മണിക്കൂട്ട. ഓ ഞാൻ കളി തുടങ്ങിയ. നീ ഇത്ര നേരം എവിടെ പോയിരുന്നു? ഇന്ന് രാവിലെ തൊട്ട് നിന്നെ നമ്മള് കണ്ടില്ലല്ലോ. അതേടി സ്കൂൾ അടച്ചോണ്ടേ അമ്മ എന്നെ ഡാൻസ് പഠിക്കാൻ ഉണ്ടാക്കി. രാവിലെ പോണോരുന്ന് ഡാൻസ് പഠിക്കാൻ. നീ വീണ്ടും ഡാൻസ് പഠിക്കാൻ പോണടി? എടി പാറു ഒത്ത കളിയടി. ഇന്ന് അറിഞ്ഞൂടാത്തതാണ്. എന്റെ അരങ്ങേറ്റം കഴിയാതെ എനിക്ക് ഡാൻസ് കളിച്ച് കാണിച്ചൂടാ. എന്നാ പിന്നെ നീ മൊത്തം കളിക്കണ്ട. ഇന്ന് പഠിച്ച ഒരു സ്റ്റെപ്പ് മതി. അയ്യോ അരങ്ങേറ്റം കഴിയാതെ ഞാൻ ഡാൻസ് കളിക്കുന്നത് ആരും കണ്ടൂടാ. അതുകൊണ്ടാണ്. നീ അരങ്ങേറ്റത്തിന് മുമ്പേ ഡാൻസ് കളിച്ചതെന്ന് നമ്മൾ ആരെടുത്തും പറയൂല. ഒത്തി കളിയടി പാറു. ഞാൻ കളിച്ച് കാണിച്ചെന്നു നിങ്ങൾ ആരെടുത്തും നിന്ന് പറയല്ലേ. പറഞ്ഞ എനിക്ക് പാവം കിട്ടും. കളിക്കാമേ? ശരി പോയി. ചക്കി നീ അവൾ കളിക്കാൻ നോക്കി പഠിച്ചോടെ. അതമ്മ എനിക്ക് പൈസ കൊടുക്കാതെ ഡാൻസ് പഠിക്കാടി. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. എടി പാറു കഴിഞ്ഞ സ്കൂൾ അടച്ചപ്പോഴും നിന്നെ ഇതല്ലേ പഠിപ്പിച്ചത് 1 2 3. അത് ടീച്ചർ പറഞ്ഞ ഒരു മാസത്തെ ഫീസ് കൊടുക്കണത് വരെ ഈ 1 2 3 ആണ് പഠിക്കാവുള്ളൂ. 1 2 3. ഓ അന്ന് നീ ഫീസ് കൊടുക്കാറായപ്പോഴല്ലേ മതിയാക്കിയത്. അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പൊ നീ 1 2 3 മതിയാക്കിട്ട് വരാം. നമുക്ക് കളിക്കാം വാ. പാറു എടി പാറു. പാറുന്റെ പഞ്ചര അമ്മാമ ഈ കിളവി രാവിലെ എണീച്ചിട്ടുണ്ട്. നേരെ നുള്ളി വെളുക്കണേന് മുമ്പേ വന്നിട്ടുണ്ട്. പാറു പാറു എന്ന് വിളിച്ചോണ്ട്. എന്താണ് മണിക്കൂട്ടാ? ഒന്നുമില്ലടി. അടെ അമ്പലക്കുളത്തിലെ പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നു. അമ്പലക്കുളത്തിലാടാ. ഓ ഇനി പെണ്ണും കൂടി അമ്പലക്കുളത്ത് ഇറങ്ങാം. ഈ കിളവിയാണ് പാറുവിനെ എങ്ങും വിടാത്ത പാളവി എണീച്ച്. അയ്യോ പോവല്ലേ. ഞാൻ നേരെ വെളുക്കണേന് മുമ്പേ കളിക്കാൻ പോണം. നാളെ അന്യ വീട്ടിൽ പോകാനുള്ള പെണ്ണാണ്. ഞാൻ മാത്രം കളിക്കോളാം. ഒരു ദിവസം എന്നെ കളിക്കാൻ വിടൂല. പെണ്ണ് ഒരു ഭാഗം പറഞ്ഞേക്കൂല. എനിക്ക് അപ്പഴേ അറിയായിരുന്നു അവൾ അമ്മാമ വിടൂലെന്ന്. ആ കിളവി ഒരു പങ്കരിയാണ്. ഓരോ മണിക്കൂടെ രണ്ടോന്നില്ല ഞാൻ വരല്ലേ. ഞാൻ എത്ര നേരം നിങ്ങളെ കാത്തിരിക്കണമെന്ന് അറിയാമോ? പിള്ളേർ അത്രയും മീൻ പിടിച്ചോണ്ട് പോയി കാണും. വാങ്ങിയാട്ട് എടാ നിന്റെ എനിക്കൂടെ വിളിച്ചു കൊണ്ടുവരണേടാ. അവ എടുത്തോണ്ട് നമുക്ക് ചുമന്ന സാരി പോലെ പെണ്ണ് ഒരു ഭാഗം പറഞ്ഞേക്കൂല. എന്റെ കണ്ണും വെട്ടി അവള് പോയേക്കണം. മറിച്ച് വാ നമുക്ക് ചക്കീനെ വീട്ടിൽ കൊണ്ടുപോയി പോക്കാം. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ മീൻ പിടിക്കാൻ പോലെ. ഇപ്പൊ ചാവയ്യോ. അയ്യോ നമ്മളെ ചുമന്ന സാരി ആ ഭാഗ്യത്തിലേ ചത്തില്ല. തീർന്നു. കാച്ചിയെ മോളെ
മോരൽ ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമ കൊടുക്കുന്നു നങ്ങേലി. ഇതിനിപ്പോ ഏത് പാട്ട് കൊടുക്കാം? നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല പാടിക്കാം. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട്. ഓ, ഇത് കേട്ടാലേ അറിയ സിനിമ പാട്ടാണ്. ദാസപ്പ സാറിന്റെ എനിക്ക് അടിയും കിട്ടും. പിന്നെ വേറെ ഏത് പാട്ടുണ്ട്? കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് പിന്നെയും 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 ആരോഗ്യനാവിന്റെ പടികിടന്നെത്തുന്ന പതനീശ്വരം. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു. മണിക്കുട്ട ഡുണ്ടു, ഇന്നലെ ദാസപ്പ സാറ് ഭൂതപ്പാട്ട് പഠിപ്പിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു പുതിയ ഈണം കണ്ടുപിടിച്ചോണ്ട് വരാൻ. നിങ്ങൾ കണ്ടുപിടിച്ചാടാ? നീ കണ്ടുപിടിച്ചാടി ചക്കി? ഓ, ഞാൻ കണ്ടുപിടിച്ച ഈണം ഇപ്പൊ പാടാമേ. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പതനീശ്വരം. നിനക്ക് മാത്രല്ല ഈ ജയറാമിന്റെ പാട്ട് എല്ലാവർക്കും അറിയാം. നീ ഇങ്ങനെ ഒന്ന് പാടണ്ട, അവിടെ ചെന്ന് ഇങ്ങനെ അങ്ങ് പാടിയാ മതി. കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ട് കാക്കയെ ഇങ്ങനെയൊന്നും അല്ല, അവിടെ ചെന്ന് പാട്ട് പാടാനാണ് പറഞ്ഞത്, അല്ലാതെ പറഞ്ഞു കൊടുക്കാനല്ല. ഞാൻ ഇപ്പൊ പാടാം. കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് ഒന്നാം തരം ബലൂൺ തര, ഒരു നല്ല പിപ്പി തര. അയ്യോ, ഞാൻ അതുദ്ദേശല്ല ഈ പാട്ട് പാടിയത്. അതെനിക്ക് അറിഞ്ഞൂടാ പാട്ട്. നിന്റെ പീയും കൊണ്ടങ്ങ് ദാസപ്രസാന്റെ കൊണ്ട് കൊടുത്താൽ മതി. പാറുണ്ടായിരുന്നെങ്കിൽ നല്ല ഇത് പറഞ്ഞു തന്നെ.